ഇനി ഇന്നത്തെ ടോപ്പ് 10 സ്പെഷ്യലിലേക്കാണ്. ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ആലപ്പുഴ മാന്നാർ കുരുട്ടിക്കാട്ട് സ്ഥലവും കെട്ടിടവും സംരക്ഷണമില്ലാതെ നശിക്കുന്നു. അടിയന്തരമായി ഇത് ശബരിമല തീർത്ഥാടകർക്ക് ഉപയോഗിക്കാൻ കഴിയത്തക്ക വിധം ഇടത്താവളമാക്കി മാറ്റണമെന്നാണ് ഭക്തജനങ്ങൾ ആവശ്യപ്പെടുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഈ സ്ഥലത്ത് പരിമല ദേവസ്വം ബോർഡ് പമ്പ കോളേജിന്റെ വനിതാ ഹോസ്റ്റൽ പ്രവർത്തിക്കാനാണ് ലക്ഷങ്ങൾ ചെലവഴിച്ച് ഇവിടെ കെട്ടിടം പണിതത്. മാന്നാർ തൃക്കുരുട്ടി ക്ഷേത്രത്തിന് കിഴക്കായി കുരുട്ടിക്കാടാണ് ഈ ഇരുനില കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. മുകളിലും താഴെയുമായി 36 മുറികളാണ് ഇവിടെയുള്ളത്. കോളേജിന്റെ വളപ്പിൽ തന്നെ വനിതാ ഹോസ്റ്റൽ പ്രവർത്തനം ആരംഭിച്ചതോടെ ഈ ഹോസ്റ്റൽ പൂട്ടി. തുടർന്ന് 3 വർഷക്കാലത്തോളം ഇത് അടച്ചുപൂട്ടിയിട്ടു. കാട് കയറി കെട്ടിടം നശിക്കാൻ തുടങ്ങിയതോടെ ഇവിടെ ദേവസ്വം ബോർഡ് ശബരി ആശ്രമം തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചു. ലക്ഷങ്ങൾ ചെലവഴിച്ച് മോടി പിടിപ്പിക്കലും നടന്നു, ബോർഡും സ്ഥാപിച്ചു. എന്നാൽ പദ്ധതി മാത്രം നടന്നില്ല. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം നടക്കുന്നതിനാൽ മാന്നാർ തൃക്കുരുട്ടി മഹാദേവ ക്ഷേത്രം, പനയന്നാർകാവ് ക്ഷേത്രം എന്നിവിടങ്ങളിൽ ദർശനം നടത്തി ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പ ഭക്തർക്ക് വിശ്രമിക്കാനായി ഈ കെട്ടിടം വിട്ടു നൽകണമെന്നാണ് ഇപ്പോൾ ആവശ്യമുയരുന്നത്. ഈ ഹോസ്റ്റലിലെ ഒരു 6 മാസത്തിന് മുമ്പായിട്ട് ഒരു പുനരുദ്ധാരണം നടത്തി. ഒരു 10-25 ലക്ഷം രൂപയ്ക്ക് അടുത്ത് കണ്ടത് ചിലവായിട്ടുണ്ട്. അന്ന് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ഇവിടെ ഒരു ആശ്രമം തുടങ്ങാൻ പോവാണ്, അതിനുവേണ്ടി ബോർഡൊക്കെ വെച്ചു. അതേ തന്നെ കിടക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞു ഇത് മാറിയിട്ട് വൃത്തസ്ഥാനത്ത് കൊടുക്കാൻ പോവാണ്. അത് അവിടുന്ന് പറയുന്നതാണ്. ചുരുക്കം പറഞ്ഞാൽ ഇപ്പോഴും ഒന്നും ആയിട്ടില്ല. കാട് പിടിച്ച് ആ അടുത്തൂടെ പോലും ആൾക്കാർക്ക് പോകാനത്തെ സാഹചര്യമാണ്. കാരണം ഇഴയന്തുക്കളുടെ വികാര കേന്ദ്രമാണ് അവിടെ. ഇവിടെ നിന്നും നേരിട്ട് പമ്പയിലേക്ക് KSRTC ബസ് സൗകര്യമുള്ളതിനാൽ പടിഞ്ഞാറൻ മേഖലയിലുള്ള സ്വാമിമാരടക്കം മാന്നാറിലെത്തി വിവിധ ക്ഷേത്രങ്ങൾ സന്ദർശിച്ചാണ് ശബരിമലയിലേക്ക് പോകുന്നത്. ഇവർക്ക് വിശ്രമിക്കാനും വിരിവയ്ക്കാനും ഈ കെട്ടിടം വിട്ടു നൽകണമെന്നാണ് ഭക്തജനങ്ങൾ ആവശ്യപ്പെടുന്നത്. മരങ്ങൾ വളർന്ന് കാട് കയറിയ ഈ കെട്ടിടവും പരിസരവും സമീപവാസികൾക്കും ഭീഷണിയാണ്. ഇഴജന്തുക്കളുടെ അടക്കം ശല്യവും ഇവിടെ വളരെ കൂടുതലാണ്. അമൃത ന്യൂസ്, ആലപ്പുഴ. പരിസരവാസികൾക്കടക്കം ബുദ്ധിമുട്ടുണ്ടാക്കി കാടുകയറി കിടക്കുന്ന ദേവസ്വം ബോർഡിന്റെ വസ്തുവും കെട്ടിടവും. ബോർഡിന്റെ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ജനങ്ങൾക്കിടയിലുള്ളത്. ചില പ്രതികരണങ്ങൾ കൂടി കാണാം. ദേവസ്വം ബോർഡിൻ്റെ ആ ഹോസ്റ്റല് വർക്ക് വിമൻസ് ഹോസ്റ്റലായിട്ടും കുട്ടികൾ പഠിക്കാൻ വന്ന് താമസിക്കുന്ന ഇതിലും ഉണ്ടായിരുന്നതാണ്. പക്ഷേങ്കിൽ ഇപ്പോൾ അതെല്ലാം കാട് കയറി നശിച്ച് എല്ലാം ആർക്കും ഒന്നിനും ഇതാകാത്ത രീതിയിൽ കിടക്കുകയാണ്. ഇടയ്ക്ക് ഒരു പുനരുദ്ധാരണം നടത്തിയിരുന്നു. പക്ഷേങ്കിൽ ആ പുനരുദ്ധാരണം നടത്തിയെങ്കിലും അതിൽ ആവശ്യമായ ഒന്നും തന്നെ അതിനകത്ത് ഒരു വ്യക്തികൾക്കും കയറി താമസിക്കാനോ അതൊന്ന് വാടകയ്ക്ക് കൊടുക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിലാണ്. ഇപ്പോൾ ഈ ശബരിമല സീസൺ പ്രമാണിച്ച് അത് വൃത്തിയാക്കിയാൽ എന്തായാലും ഇടത്താവളമായിട്ടോ വരുന്ന അയ്യപ്പന്മാർക്ക് വിരിവെക്കാനുള്ള സൗകര്യവും ഒരുക്കി കൊടുക്കാം. AV രാജേഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇതുമായി ബന്ധപ്പെട്ട്. രാജേഷ്, ഒരു മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തർക്ക് പ്രയോജനപ്പെടുന്ന ഒരു കെട്ടിടവും സ്ഥലവുമാണ് ഈ നശിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ബോർഡിന്റെ ഈ കെടുകാര്യസ്ഥതയ്ക്കെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയുക? ബോർഡുമായി ബന്ധപ്പെട്ട് ഇത് സംബന്ധിച്ചുള്ള എന്ത് വിവരമാണ് അവർ നൽകുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് ഇതിനെ ഭക്തജനങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിലേക്ക് മാറ്റാനുള്ള ഒരു നീക്കം ബോർഡിന്റെ ഭാഗത്തു നിന്നും നിലവിലുണ്ടോ? ആദ്യഘട്ടത്തിൽ നിർമ്മാണത്തിനും പിന്നീട് പുനരുദ്ധാരണത്തിനുമായി ലക്ഷങ്ങൾ ചെലവഴിച്ച ദേവസ്വം ബോർഡിൻ്റെ ഒരു കെട്ടിടവും സ്ഥലവുമാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഈ സ്ഥലമാണ് ഇപ്പോൾ കാട് കയറി പൂർണ്ണമായും നശിക്കുന്നത്. ആദ്യം വനിതാ ഹോസ്റ്റലായിരുന്നു ഇവിടെ. വനിതാ ഹോസ്റ്റൽ മാറിയതോടുകൂടി ശബരി ആശ്രമം സ്ഥാപിക്കുമെന്നായിരുന്നു ദേവസ്വം ബോർഡിൻ്റെ പ്രഖ്യാപനം. എന്നാൽ ഇതും പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങുകയായിരുന്നു. വർഷങ്ങളായി ഈ കെട്ടിടം കാട് പിടിച്ച് കിടന്ന് നശിക്കുകയാണ്. ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഭക്തജനങ്ങൾക്കടക്കം വലിയ ഭീഷണിയായി ഈ പറമ്പ് മാറിയിരിക്കുന്നു. ഇഴജന്തുക്കളുടെ അടക്കം ശല്യമുണ്ട്. സമീപത്ത് താമസിക്കുന്നവർക്ക് മരങ്ങൾ വളർന്ന ഭീഷണിയായിരിക്കുന്നു. അത്തരത്തിൽ വിവിധ തരത്തിലുള്ള ഭീഷണികൾ ഇവർ നേരിടുന്നുണ്ട്. പലതവണ ഈ ആവശ്യം ഉന്നയിച്ച് ക്ഷേത്രം ഭാരവാഹികൾ ദേവസ്വം ബോർഡിനെ സമീപിച്ചിരുന്നു. ഇവിടെ ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പ ഭക്തർക്ക് വിരിവെക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നാണ് ഇവർ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. അങ്ങനെയെങ്കിലും ഈ ക്ഷേത്രത്തിൻ്റെ പരിസരവും ഈ കെട്ടിടവും വൃത്തിയായി കിടക്കുമല്ലോ എന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. പലതവണ ഇവിടെ ഹൈന്ദവ സംഘടനകളുടെ അടക്കം വിവിധ പരിപാടികൾ നടന്നിട്ടും ദേവസ്വം ബോർഡ് ഈ കെട്ടിടം മറ്റ് പരിപാടികൾക്കായി വിട്ടു നൽകാൻ തയ്യാറായിരുന്നില്ല. അത്തരം തുടർച്ചയായി പരിപാടികൾ നടന്നാൽ ഈ നിലവിലുള്ള കെട്ടിടവും പരിസരവും
കാട് കയറാതെ കൃത്യമായി സംരക്ഷിക്കപ്പെടുമെന്നൊരു പ്രതീക്ഷയും ഇവർ പങ്കുവയ്ക്കുന്നുണ്ട്. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലമായതിനാൽ അടിയന്തരമായി ഈ കാര്യത്തിൽ ദേവസ്വം ബോർഡിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ഭക്തജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ശരി രാജേഷ്, ഏതായാലും ദേവസ്വം ബോർഡിന്റെ ഇടപെടൽ ഉണ്ടാകട്ടെ, ഭക്തജനങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിലേക്ക് കെട്ടിടം മാറ്റാൻ കഴിയട്ടെ എന്ന് ടോപ് 10 ആഗ്രഹിക്കുകയാണ്.